ഇന്നൊരു മല്ലി ലവ് അപ്ഡേറ്റുമായിട്ട് വന്നേക്കും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഈ മല്ലീനെ ഫോളോ ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞ് മല്ലി പ്ലാന്റ് മുതൽ അതിനെ പിന്നെ മല്ലി ചെടിയായി, അപ്പം അത് ചെടി പിന്നെ പൂത്ത് കഴിഞ്ഞിട്ട് കുരുവായി. പിന്നെ ഞാനത് ഉണങ്ങാറായപ്പം അതിനെ വെട്ടി ഞാനതിനെ പായിലിട്ട് ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വീഡിയോയിൽ. ഞാനതിനെ മെതിച്ചെന്ന് പറഞ്ഞാൽ പക്ഷേ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. കാലിൽ സോക്സൊക്കെ ഇട്ട് കുത്തിക്കൊള്ളാതിരിക്കാനായിട്ട് ഞാനതിനെ ചവിട്ടി, നമ്മുടെ പണ്ട് കറ്റയൊക്കെ ഇങ്ങനെ മെതിക്കത്തില്ലേ, അതുപോലെ ചെറുതായിട്ട് ഒത്തിരി ചവിട്ടി അത് പൊട്ടിപ്പോവും. അപ്പം മൈൽഡ് ജെൻറ്റ്ലി അതെല്ലാം ചെയ്ത് പിന്നെ മുറത്തിലിട്ട് പേറ്റിയോ പാറ്റിയോ അങ്ങനെയൊക്കെ പറയും പല നാട്ടുകാർ. ഞങ്ങളുടെ നാട്ടിൽ പറയണം പേറ്റി എന്നാട്ടോ. മുറത്തിലിട്ട് പേറ്റി അതിൻ്റെ കോലും അതിൻ്റെ ഉണങ്ങിയ ഇതൊക്കെ കളഞ്ഞ് അങ്ങനെ നമ്മൾ സുന്ദരി മല്ലിക്കുരുക്കളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഞാനെപ്പോഴും മല്ലി സ്റ്റോർ ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും. പിന്നെ ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെന്നാൽ ഞാനിത് കഴുകി വെളുത്ത് വെച്ച് ഉണക്കി എന്നിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല മണമാട്ടോ, എന്താ നല്ല സുഗന്ധം. നമ്മുടെ സ്വന്തം ബാക്ക് യാർഡിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് പൊടിച്ച് കറി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ എന്നാ ടേസ്റ്റാണ്. സാമ്പാറിലൊക്കെ മല്ലിയുടെ മണം സൂപ്പർ. എനിവേ എല്ലാവർക്കും ഒരു എൻകറേജ്മെൻ്റ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.